നമസ്കാരം. സംസ്ഥാനത്തെ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ് ഈ അപ്ഡേറ്റിലൂടെ പങ്കുവെക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായുള്ള ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം അല്പം മുൻപ് സംസ്ഥാനത്തുടനീളം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന് നിത്യജീവിതത്തിന് അത്താണിയാകുന്ന ഈ പദ്ധതി സുഗമമായി നടപ്പിലാക്കുന്നതിനായി ധനകാര്യ വകുപ്പ് വലിയൊരു തുകയാണ് ഇത്തവണ വകയിരുത്തിയിട്ടുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിനും അതിനോടൊപ്പം തന്നെ വിവിധ അർഹരായ ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകി വരുന്ന പ്രതിമാസ ആനുകൂല്യങ്ങൾ പൂർണ്ണതോതിൽ വിതരണം ചെയ്യുന്നതിനുമായി ഏകദേശം 1080 കോടി രൂപയോളമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അർഹരായ ഓരോ വ്യക്തിയിലേക്കും യാതൊരുവിധ സാമ്പത്തിക തടസ്സങ്ങളുമില്ലാതെ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ വൻ തുക സമയബന്ധിതമായി സംസ്ഥാന ഖജനാവിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അർഹരായ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള പെൻഷൻ തുക ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ബാങ്കിംഗ് സന്ദേശങ്ങൾ പലർക്കും ഇതിനോടകം തന്നെ മൊബൈൽ ഫോണുകളിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഒരേ സമയം തുക എത്തിച്ചേരുക എന്നത് സാങ്കേതികമായി പ്രായോഗികമല്ലാത്തതിനാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും വിവിധ അക്കൗണ്ടുകളിൽ ഈ തുക പൂർണ്ണമായും പ്രതിഫലിക്കുക. വിവിധ ബാങ്കുകളുടെ പ്രധാന സെർവറുകളുടെ പ്രവർത്തനക്ഷമതയും ബാങ്കിംഗ് പ്രക്രിയയിലെ സാങ്കേതിക നടപടിക്രമങ്ങളും അനുസരിച്ച് ഈ സമയവ്യത്യാസം സാധാരണയായി എല്ലാ മാസവും ഉണ്ടാകാറുള്ളതാണ്. അതിനാൽ തുക ഉടനടി അക്കൗണ്ടിൽ കാണാത്തവർ യാതൊരു വിധത്തിലും ആകുലപ്പെടേണ്ടതില്ലെന്നും വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് തുക കൃത്യമായി എത്തിച്ചേരുമെന്നും ഔദ്യോഗികമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പൂർണ്ണമായും ആസൂത്രിതമായ രീതിയിലാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ മാസം 23-ാം തീയതി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ധനകാര്യ വകുപ്പ് പുറത്തിറക്കുമെന്നും തൊട്ടടുത്ത ദിവസമായി 24-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി വിതരണം ആരംഭിക്കുമെന്നും സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിന്റെ ആ മുൻകാല അറിയിപ്പുകൾ അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ടാണ് നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം പുരോഗമിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ടൈം ലൈൻ അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി നീങ്ങുന്നത് ഗുണഭോക്താക്കൾക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നൽകിയ ഔദ്യോഗിക സൂചനകളെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ പുരോഗമിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരുന്ന വിവിധ വിഭാഗങ്ങളിലുള്ള ഗുണഭോക്താക്കൾ തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്തേണ്ടതുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്കും വിവിധ മേഖലകളിലെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പ്രത്യേക പെൻഷൻ ലഭിക്കുന്നവർക്കുമെല്ലാം ഈ ഘട്ടത്തിൽ തുക വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നത് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഒന്നല്ല എന്നതാണ്. അതിനാൽ തന്നെ പ്രസ്തുത പദ്ധതിയുടെ കീഴിലുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ വിതരണം ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ ലഭിക്കുന്നത് മുൻപുണ്ടായിരുന്ന പരമ്പരാഗത ക്ഷേമ പെൻഷനുകൾ മാത്രമാണെന്നും വ്യക്തമാക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകളില്ലാത്തവർക്കും കൈകളിൽ നേരിട്ട് പണം കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും പെൻഷൻ തുക തടസ്സമില്ലാതെ എത്തിക്കുന്നതിനായി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ കർശനമായ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ചില സഹകരണ ബാങ്കുകൾ തുക വകമാറ്റി ഉപയോഗിക്കുകയും മറ്റു ബാധ്യതകളുടെ പേരിൽ പിടിച്ചുവെക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ പെൻഷൻ ലഭിച്ചില്ല എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിനും സർക്കാരിനെതിരെ അനാവശ്യമായ ജനവികാരം ഉണ്ടാക്കുന്നതിനും കാരണമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതീവ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഗുണഭോക്താക്കൾക്ക് അവകാശപ്പെട്ട പെൻഷൻ തുക മറ്റാവശ്യങ്ങൾക്കായി പിടിച്ചുവെക്കാൻ പാടില്ലെന്നും കൃത്യസമയത്ത് തന്നെ അത് അർഹരിലേക്ക് എത്തിക്കണമെന്നും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ വിഹിതത്തോടെ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ ഘട്ടത്തിൽ സവിശേഷമായ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 8.5 ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യകാല, വിധവ, ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ളത്. ഈ വിഭാഗങ്ങളിൽ കേന്ദ്ര വിഹിതമായി വരുന്നത് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ്. അതിനാൽ ഈ കേന്ദ്ര വിഹിതം കുറച്ചുകൊണ്ടുള്ള തുക മാത്രമായിരിക്കും നിലവിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല. കുറവ് വന്ന പ്രസ്തുത കേന്ദ്ര വിഹിതം വരും ദിവസങ്ങളിൽ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രധാന ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാ ഗുണഭോക്താക്കളിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള പ്രയോജനപ്രദവും ഔദ്യോഗികവുമായ വിവരങ്ങൾ കൃത്യസമയത്ത് നിരന്തരമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുകയും ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.